സേഫ് നമുക്ക് താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രഡിക്റ്റ് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഫാക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്തരത്തിലൊരു പ്രവചനം അപ്രാപ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പോയിന്റ് നിലയിൽ 1000 കടന്നിരിക്കുന്നു തൃശ്ശൂർ. അത് ഗോപാൽ പുതിയ പോയിന്റ് നില വന്നിട്ടുണ്ട്. ഗോപാൽ പറയുന്നുണ്ട്. അതെ അതിലേക്ക് തന്നെയാണ് സേഫ് വരുന്നത്. 1000 പോയിന്റ് തൃശ്ശൂർ 4 അക്കം കടന്നിരിക്കുന്നു ആ പോയിന്റ് നില. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി ഇന്നത്തെ ദിവസം പുലർന്നതിന് ശേഷം, അതായത് ഇന്നലെയാണ് തൃശ്ശൂർ ആദ്യമായി 1-ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഇന്നലെ പിടിച്ച 1-ാം സ്ഥാനം ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് 1 പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാടിന് മുന്നിൽ ഒന്ന് അടിയറവ് വെക്കേണ്ടി വന്നു. എന്നാൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ 1-ാം സ്ഥാനം വീണ്ടും തിരിച്ചു പിടിച്ചു. ആ 1-ാം സ്ഥാനം കൃത്യമായി തന്നെ നിലനിർത്തി പോരാൻ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രത്യേകതയായി പറഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള കാര്യം. 2-ാം സ്ഥാനത്ത് പാലക്കാട് 97 പോയിന്റ്, 3 പോയിന്റ് വ്യത്യാസം. നേരത്തെ ഉണ്ടായിരുന്ന അതേ 3 പോയിന്റ് വ്യത്യാസം ഇപ്പോഴും പാലക്കാടും തൃശ്ശൂരും തമ്മിലുണ്ട്. മൂന്നാമത് കണ്ണൂർ 95 പോയിന്റ്, 5 പോയിന്റ് വ്യത്യാസം ഒന്നാമതുള്ള തൃശ്ശൂരും അതുപോലെ തന്നെ കണ്ണൂരും തമ്മിലുണ്ട്. തൃശ്ശൂരിൻ്റെ ഒരു യാത്ര, കൃത്യമായിട്ടുള്ള ജൈത്രയാത്ര നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യ ദിനങ്ങളിൽ കണ്ണൂർ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ എന്ന നിലയ്ക്ക് ആദ്യ 3 ദിനങ്ങൾ അവർ അപ്രമാദിത്വത്തോടു കൂടി, കൃത്യമായ മേധാവിത്വത്തോടു കൂടി പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് നിലനിന്നു. എന്നാൽ പിന്നീട് ഒരു ചാഞ്ചാട്ടം ഉണ്ടായി. ഇടയ്ക്ക് കോഴിക്കോടൊന്ന് വന്നു കയറിപ്പോയി. 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂർ ഇന്നലെ ഉച്ചയോടുകൂടി തൃശ്ശൂർ 2-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് പതുക്കെ ഒന്ന് ചുവട് വെച്ച് കയറി. ഈ തൃശ്ശൂരിൻ്റെ വരവുണ്ടല്ലോ, ആ വരവ് വളരെ രസകരമായൊരു വരവായിരുന്നു. കാരണം ഈ കലോത്സവം തുടങ്ങിയപ്പോൾ പടക്കുതിരകൾ എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിരുന്ന 2 ജില്ലകൾ, ഒന്ന് കണ്ണൂരും ഒന്ന് കോഴിക്കോടുമായിരുന്നു. കാരണം കണ്ണൂരും കോഴിക്കോടും അത്ര വലിയ പോരാട്ടമാണ് കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിൽ കാഴ്ചവെച്ചിരുന്നത്. ആര് എങ്ങോട്ട് എങ്ങനെ എപ്പോൾ ഇവരൊക്കെ ജയിച്ചു പോയി എന്ന കാര്യത്തിൽ പോലും നമുക്ക് അവസാന നിമിഷത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത തരത്തിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷ് ആയിരുന്നു കഴിഞ്ഞ വർഷം കണ്ണൂരിൻ്റെ വിജയവും കോഴിക്കോടിൻ്റെ പതനവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കലോത്സവത്തിലും അരയും തലയും മുറുക്കി കണ്ണൂരും കോഴിക്കോടും തമ്മിൽ വലിയ പോരാട്ടം ഉണ്ടാകും. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോഴും പാലക്കാടിൻ്റെ പേര് പോലും ഒന്ന് പരാമർശിച്ചു വന്നിരുന്നു. കാരണം വലിയൊരു കലാപാരമ്പര്യവും കഴിഞ്ഞ വർഷങ്ങൾ, ഈ സമീപത്തെ 5 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ പാലക്കാടിനും പറയാനൊരു വിജയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിസരത്തെങ്ങും തന്നെ ഒരാളും പരാമർശിച്ചു കാണാത്ത, വലിയ കലാപാരമ്പര്യമില്ലാത്ത, വെറും 3 തവണ മാത്രം കപ്പുയർത്തി ചരിത്രമുള്ള തൃശ്ശൂരിൻ്റെ പേര് ഒരിക്കലും ഒരിടത്തും ഒരാളും പറഞ്ഞു കേട്ടിരുന്നില്ല. 1999-ൽ 2000 പിറന്നതിന് ശേഷം ഒരിക്കൽ പോലും കപ്പുയർത്താൻ സാധിക്കാതെ 99-ന്റെ പടിത്തട്ടിൽ കപ്പുയർത്തി അതിനുശേഷം പിന്നീട് ആ പടിയൊന്ന് കടന്നു കിട്ടാൻ ഇതുവരെയും സാധിക്കാതിരുന്ന ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ ജില്ല. വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക് അത്തരത്തിൽ ഒരിക്കൽ പോലും പിന്നീട് അവർക്ക് ആ കപ്പ് കൊണ്ടുപോകാൻ, 117.5 പവൻ്റെ പൊന്നിൻ കപ്പ് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ കപ്പ് ഇത്തവണ അവർ ഉയർത്തുമെന്നോ അവർ ഈ പട്ടികയിൽ മുകളിൽ വരുമെന്നോ എന്നും ആരും ചിന്തിച്ചു കാണില്ല, ആരും അറിഞ്ഞിട്ടില്ല, ആരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്രവചനീയമായ രീതിയിൽ പതുക്കെ ഒരു താളത്തിൽ ഒരു മാരത്തോൺ കളി എങ്ങനെയാണോ നടക്കുന്നത്, ആ മാരത്തോൺ കളിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യ റൗണ്ടുകളിൽ പതുക്കെ ഓടി ആദ്യം 1-ാമത് ഓടുന്നവനാവില്ല അവസാനം 1-ാം സ്ഥാനം നിലനിർത്തുക എന്ന ഒരു പ്രത്യേകത മാരത്തോണിനുണ്ട്. ആ മാരത്തോണിൻ്റെ അതേ സമാനമായ രീതിയിൽ പതുക്കെ തഞ്ചത്തിൽ താളത്തിൽ ചുവട് വെച്ച് പതുക്കെ ഒന്ന് ഇന്നലെ ഉച്ചയോടുകൂടി മുകളിൽ കയറി, ആ മുകളിൽ കയറി ഇരുന്ന ഇരിപ്പ് പിന്നീട് ഇടയ്ക്കൊന്നിറങ്ങി താഴേക്ക് ഇരിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ തൃശ്ശൂർ 1000 പോയിന്റ് എന്ന ബാലികേറാമല പോയിന്റ് പിന്നിട്ടിരിക്കുന്നു. ഈ 3 ടീമുകളും, അതായത് ആദ്യ 3 സ്ഥാനത്തുള്ള 3 ടീമുകളും 1000 പോയിന്റ് കടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അപ്പോഴും ഈ തൃശ്ശൂരിൻ്റെ ആ ഒരു മുന്നേറ്റം അത് അപ്രവചനീയം തന്നെയായിരുന്നു. സ്വർണ്ണക്കപ്പ് 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് പറഞ്ഞതുപോലെ തന്നെ അപ്രവചനീയമായ ഒരു മുന്നേറ്റമാണ് തൃശ്ശൂർ നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ 3 തവണ മാത്രം കപ്പ് ഉയർത്തിയ തൃശ്ശൂർ ഇതാ 4-ാമത്തെ തവണ കപ്പ് ഉയർത്തുമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഉത്തരം ഉടനെ തന്നെ പ്രതീക്ഷിക്കാം.